നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാക്പോരാണ് ചോദ്യോത്തര വേളയിൽ നടന്നത്. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി ബാനർ ഉയർത്തി പ്രതിഷേധിച്ചു. പ്ലക്കാർഡ് ഉയർത്തി ഭരണപക്ഷവും രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവിനെതിരെ മന്ത്രിമാർ രൂക്ഷ വിമർശനമാണ് നടത്തിയത്. ഇരട്ടത്താപ്പിന്റെ നേതാവാണ് പ്രതിപക്ഷ നേതാവെന്ന് MP രാജേഷ് പറഞ്ഞു. ശബരിമല കേസിൽ രേഖകൾ വെച്ച ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മന്ത്രി പി രാജീവും പറഞ്ഞു. തനിക്കെതിരെ സഭയിൽ പറയാൻ പോലും കഴിയാത്ത ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. പ്രതിപക്ഷം കോപ്രായം കാട്ടിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ VD സതീശൻ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അധിക്ഷേപിച്ചുകൊണ്ട് മന്ത്രിമാർ സംസാരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ വാച്ച് ആൻഡ് വാർഡിനെ വടികൊണ്ട് അടിച്ചു എന്നുള്ള തെറ്റായൊരു പ്രസ്താവന നടത്തി. അദ്ദേഹം അത് പിൻവലിക്കണം. ഒന്ന്. രണ്ട്, ഇവിടെ കോപ്രായമാണ് നടത്തിയെന്ന് പറഞ്ഞു. സാർ, ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഒരു കോപ്രായവും നടത്തിയിട്ടില്ല. നിയമസഭയിൽ പ്രതിഷേധിച്ചു. ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടല്ല. അങ്ങ് തന്നെ പറഞ്ഞല്ലോ, ഒരു സ്പീക്കറുടെ ചേംബറിൽ പോയി ചർച്ച നടത്തേണ്ട അത്ര ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായിട്ടില്ല, ഒരു വിഷയം ഉണ്ടായിട്ടില്ല, അതിനത്ര പ്രാധാന്യമുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. കാരണം അത്രയും ഒരു വയലന്റ് ആയോ എന്തെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലോ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു സമീപനം ഉണ്ടായില്ല. പ്രതിഷേധം ഉണ്ടായി. സഭാ നടപടികൾ സംഭിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ചെയ്തത്. സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കുന്നില്ല. അതിനൊരു തെറ്റായ പ്രചരണം നടത്തുന്നു. അങ്ങ് ഗോൾവാക്കറിന് മുമ്പിൽ വളഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തി വണങ്ങിയതിനെ ഞങ്ങൾ നിശിതമായി വിമർശിക്കും. പക്ഷേ അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് എന്താ വിരോധം? അങ്ങയുമായിട്ട് വ്യക്തിപരമായിട്ട് വല്ല വിരോധമുണ്ടോ? രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ്, വിമർശനം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പാപ്പരത്വം കൊണ്ടാണ് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹം ഉയർത്താൻ ശ്രമിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചോ സോണിയാഗാന്ധിയെ കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. സാർ, ഇവിടെ ഈ സഭയിൽ പറയട്ടെ സാർ, ഈ സഭയിൽ മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു, ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആക്ഷേപിക്കുന്നു. എല്ലാവരോടും പുച്ഛമാണ് സാർ പ്രതിപക്ഷ നേതാവിന്. എല്ലാവരോടും സാർ തീർന്നല്ലോ സാർ. സാർ, ഇവിടെ അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞല്ലോ സാർ, ഇത് ഓരോ റൂളും വേണ്ട സംസാരിക്കാൻ. വേറെ റൂളെന്താ കാര്യം പറയുന്നതിനുണ്ട് സാർ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലിരുന്നാണ് സ്പീക്കറെ ആക്രമിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്നലത്തെ സമരം നടന്നത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആ കസേരയിൽ ഇരുന്നു കൊണ്ട് 5 മിനിറ്റ് കഴിയുമ്പോ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഇത് അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല. ഏതാവൊരു ധനകാര്യമന്ത്രി എന്ന നിലയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് പ്രതിപക്ഷം പറയുന്നതോടെ കേട്ടിട്ട് മറുപടി വരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ധൈര്യമില്ലാത്തതെന്ന് ഞാൻ പറയും. കാരണം നടത്തി പറഞ്ഞു ഒരു ധവളപത്രം ഇറക്കണമെന്ന്. സാർ, ധവളപത്രം ഇറക്കണ്ട. ഇവിടെ ബഡ്ജറ്റ് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് മറ്റൊരു പ്രധാനപ്പെട്ട അംഗത്തെ പോലും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കാതെ മുഴുവൻ കാര്യവും സ്വന്തമായി കേന്ദ്രീകരിച്ച് ആരെയും ചർച്ചയ്ക്ക് സമ്മതിക്കാത്ത തരത്തിലേക്കാണ്. ഇവിടെ നല്ലപോലെ പഠിച്ച് സംസാരിക്കുന്ന പല അംഗങ്ങളുണ്ടല്ലോ. സാർ, ഒരു ബഡ്ജറ്റിനെ പറ്റി ചർച്ച ചെയ്യാതെ ആദ്യമായിട്ടാണ് സാർ പോകുന്നത്. ഇതാരും ഞങ്ങൾ അഭിപ്രായം ജനതാല്പര്യമല്ല. ഞാൻ എന്നൊറ്റ വികാരത്തിനകത്ത് അടിപ്പെട്ട് കിടന്ന് നിലവെത്തിയ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മാറുമ്പോ എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.